നോയിസി ആയിട്ടുള്ള മൈൻഡാണോ നിങ്ങൾക്കുള്ളത്? എപ്പോഴും നിങ്ങളുടെ മൈൻഡ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള 5 ചെറിയ ശീലങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 30 ദിവസം നിങ്ങളിത് ആവർത്തിച്ച് ചെയ്യണം. ഒരു ദിവസം പോലും മുടക്കാൻ പാടില്ല. കാരണം ചെറിയ ശീലങ്ങൾ നമ്മളെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള 5 ശീലങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ബ്രീതിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 5-3 ടൈംസ് അല്ലെങ്കിൽ ഒരു 11 ടൈംസ് ഒക്കെ ബ്രീതിങ് എടുക്കുക. പിന്നെ നമ്മുടെ ദിവസത്തിൽ ഓരോ മണിക്കൂർ ഇടവിട്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രീതിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഴത്തിൽ ശ്വാസം എടുത്തു വിടുക. ഓരോ മണിക്കൂറും അങ്ങനെ ഇടവിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രസന്റ് മൊമെന്റിലേക്ക് വരും, നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും, നമ്മൾ ഗ്രൗണ്ടിങ്ങിലേക്ക് പോകും. ഇത് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും. കാരണം ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി കാമാവും. നമ്മുടെ ബോഡി കാമാവുമ്പോൾ നമ്മുടെ മൈൻഡും എന്ത് ചെയ്യും, ആ ഒരു ശാന്തതയിലേക്ക് വരും. അപ്പോൾ മറക്കാതെ നിങ്ങൾ ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത് സൈലൻസ് ആണ്. അത് നിങ്ങൾ ചെറിയതായിട്ട് ഇപ്പോൾ 1 മിനിറ്റിൽ സൈലൻസിലിരിക്കുക, 2 മിനിറ്റ്സിലിരിക്കുക, അങ്ങനെ നിങ്ങൾ ഗ്രാജുവലായിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും അങ്ങനെ സൈലൻസിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ആ സൈലൻസിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നത്. മറ്റൊരു ചിന്തകളും കടന്നു വരാതെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവും. നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, നമ്മളെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, ശാന്തമാകാൻ തുടങ്ങും. അപ്പോൾ 1 മിനിറ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അതൊരു 30 മിനിറ്റ്സ് വരെയെങ്കിലും ഒരുമിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. സൈലൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് കണ്ടന്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളുടെ തന്നെ തോട്ടുകളെ നമ്മൾ വാച്ച് ചെയ്യുക. നെഗറ്റീവ് തോട്ടിനെ നമ്മൾ പോസിറ്റീവ് തോട്ടായിട്ട് റീഫ്രെയിം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ ഡിസസോസിയേറ്റ് ചെയ്ത് നിൽക്കുക. അല്ലെങ്കിൽ അവർ പറയുന്ന നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് ഇതൊന്നും കേൾക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുക. അതുപോലെ നമ്മൾ നെഗറ്റീവ് കണ്ടന്റ്, സോഷ്യൽ മീഡിയ വഴി നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അങ്ങനെ നെഗറ്റീവ്, നമുക്ക് അനുകൂലമല്ലാത്ത ചിന്തകളെയും വാക്കുകളെയും ഇമോഷൻസിനെയൊക്കെ കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, ശാന്തമാകാനായിട്ട് തുടങ്ങും. നാലാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് സംസാരിക്കാൻ ശീലിക്കുക. നമ്മൾ എത്രത്തോളം വേഗതയിൽ സംസാരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ മനസ്സും നമ്മളോടൊപ്പം ഓടിയെത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ സ്ലോ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു ശാന്തത നമ്മളിലേക്ക് കടന്നു വരും. നമ്മൾ കണ്ടിട്ടില്ലേ, പുഴയൊക്കെ വളരെ സ്ലോ ആയിട്ട് ഒഴുകുന്നത്, അതൊരു ശാന്തമായ ഒഴുക്കാണ്. അതേസമയം സ്പീഡിൽ അത് ഒഴുകാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം വളരെ ശബ്ദമായിട്ട്, നോയ്സി ആയിട്ടാണ് അത് ഒഴുകുന്നത്. അപ്പൊ ശാന്തമായി ഒഴുകുന്നതാണ് നമുക്കും എപ്പോഴും നല്ലത്. അപ്പൊ സ്ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കാൻ തുടങ്ങുക. അഞ്ചാമത്തെ ശീലം എന്ന് പറയുന്നത് മൈൻഡ് ഡംപാണ്. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അപ്പോഴും മൈൻഡ് ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, നമുക്കുണ്ടാകുന്ന തോട്ട്സ്, അത് എന്ത് തോട്ട്സും ആയിക്കോട്ടെ, ഗുഡ് ഓർ ബാഡ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതോ ചീത്തയായാലും എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ എഴുതി നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് ഡംപ് ചെയ്തേക്കുക. അപ്പൊ നമ്മുടെ മൈൻഡ് ലൈറ്റ് ആവും, നമ്മുടെ മൈൻഡ് എന്താവും, കാമാവും. നമ്മുടെ ഉള്ളിലെ ആ ഒരു തോട്ട്സ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനും പറ്റും. ഇപ്പൊ ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചിന്തകളാണോ നമ്മളെ അലട്ടുന്നത് അതെന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, വളരെ സാവകാശം ഇരുന്ന് വളരെ സാവധാനം, പെട്ടെന്നൊന്നും എഴുതണ്ട, ആ ബ്രീതിങ്ങിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് സാവകാശം നമ്മൾ എഴുതുക, അതിനെ ഡംപ് ചെയ്യുക. പ്ലസ് നമ്മളെ ബ്രീതിങ്ങും കൂടെ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉറങ്ങുന്നതിന് മുൻപും നമ്മൾ ആ ബ്രീതിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ വളരെ ശാന്തമായ മനസ്സോടുകൂടി നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 5 ശീലങ്ങൾ ചെറിയ ശീലങ്ങളാണ്, പക്ഷെ അത് നമ്മളെ വലിയ മാറ്റത്തിലേക്ക് നയിക്കും. ബ്രീതിങ് ചെയ്യുക, സൈലൻസിലിരിക്കുക, നെഗറ്റീവ് കണ്ടന്റ് കുറയ്ക്കുക, സ്ലോ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, പ്ലസ് മൈൻഡിനെ ഡംപ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ 30 ദിവസം എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക.
തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റത്തിലേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.